മട്ടൻ്റെ ബ്രെയിനാണ്. ഓക്കെ, മട്ടൻ ബ്രെയിൻ ഫ്രൈക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുട്ട. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയിലും ഉപ്പിലും ആ ബ്രെയിൻ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ശേഷം ഒരു പാനിലെടുത്ത് അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് കുറച്ച് മൂക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം സവാളയും പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം സവാള നല്ല രീതിയിൽ ചുവന്ന കളറാവുന്നവരെ ഈ ഒരു പ്രക്രിയ നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം ആദ്യമേ മഞ്ഞപ്പൊടി ഇടണം. കാരണം മഞ്ഞപ്പൊടിക്കൊരു പ്രത്യേകതരം ഒരു കുത്തലുണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് വഴറ്റാം. അതിനുശേഷം ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്തിട്ട് ഇതിലേക്ക് നല്ല രീതിയിൽ ആ മസാലയൊന്ന് അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നവരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, മസാലയുടെ പച്ചമണം മാറി എണ്ണ തെളിയുമ്പോൾ മുൻകൂട്ടി നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ച മട്ടൻ ബ്രെയിൻ അതിലേക്ക് ചേർക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് സമയം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഉപ്പ് നിങ്ങളുടെ എല്ലാം പാകത്തിന് മാത്രം ഉപയോഗിക്കുക. ഉപ്പും എരിവും ഞാൻ അളവിന് മാത്രമേ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളൂ. അതും വീട്ടിൽ കുട്ടികളുള്ളതുകൊണ്ട് വളരെ പരിമിതമാണ്. ഉപ്പായിക്കോട്ടെ കുരുമുളക് പൊടി ആയിക്കോട്ടെ 1 സ്പൂൺ വീതമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. നല്ല രീതിയിൽ തവി കൊണ്ട് ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് നന്നായി വേവിക്കുക. ബ്രെയിൻ നന്നായി വെന്തതിന് ശേഷം ഈ ബ്രെയിൻ ആ പാനിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 മുട്ട അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് മുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് ഈ ബ്രെയിനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വഴറ്റണം. അങ്ങനെ മസാലയുടെ മുഴുവൻ ഫ്ലേവറും നമ്മുടെ ഈ മുട്ടയിലേക്കും അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യാനിരിക്കുന്ന ആ മട്ടൻ ബ്രെയിനിലേക്കും ചേർന്നതിന് ശേഷം ഒരു കിടിലൻ ടേസ്റ്റും നല്ല മണമോടെ അവിടെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. അങ്ങനെ മസാലയുടെ മുഴുവൻ ഫ്ലേവറും കയറിയ മുട്ടയുടെ റിച്ച് ടേസ്റ്റും ചേർന്ന നമ്മുടെ കിടിലൻ മട്ടൻ ബ്രെയിൻ ഫ്രൈ ഇവിടെ ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. ബൈ.